ഇത് ഞാൻ കുറേ കാലമായി പറയണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഞങ്ങൾ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് റെഫർ ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ്. ഫാർമക്കോളജി, ഡ്രഗ്സിനെ പറ്റിയുള്ള ബുക്കാണ്. ഇതിൽ മിനോക്സിഡിൽ എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഏത് ചാപ്റ്റർ ആണെന്ന് നോക്കിക്കോളൂ. ഇവിടെയാണ് മിനോക്സിഡിൽ വരുന്നത്. ഇത് ഏത് ചാപ്റ്റർ ആണെന്ന് നോക്കി. കാർഡിയോ വാസ്കുലർ ഡ്രഗ്സ്, ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ്. ആന്റി ഹൈപ്പർടെൻസീവ് അതായത് BP കുറയ്ക്കുന്ന ഒരു മെഡിക്കേഷൻ ആണ് ഈ മിനോക്സിഡിൽ. മിനോക്സിഡിൽ 1960s 70s ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതും ഹൈ BP മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് അത് യൂസ് ചെയ്തിരുന്ന ആൾക്കാരിൽ എക്സസ് ഹെയർ ഗ്രോത്ത് ഒരു സൈഡ് എഫക്റ്റ് ആയി കണ്ടു. അങ്ങനെയാണ് ഹെയറിൽ അപ്ലൈ ചെയ്യാവുന്ന ടോപ്പിക്കൽ ഫോർമുലേഷൻസ് ആയി മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയത് മിനോക്സിഡിൽ. ഹെയർ ഗ്രോത്ത് ആക്ച്വലി മിനോക്സിഡിലിന്റെ സൈഡ് എഫക്റ്റ് ആയിരുന്നു. ഈ ഓറൽ മിനോക്സിഡിൽ ആരും ഹെയർ ഗ്രോത്തിന് വേണ്ടി എടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ടോപ്പിക്കലി അപ്ലൈ ചെയ്യുന്ന മിനോക്സിഡിലിന് സിസ്റ്റമിക് അബ്സോർപ്ഷൻ ലോ ആണെങ്കിലും ലോങ് ടേം യൂസിൽ BP ലോ ആവാനും ടാക്കികാർഡിയ അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് കൂടാനും സാധ്യതയുണ്ട്. സോ ഇത് ഞാൻ ഇപ്പൊ പറയാൻ കാരണം ഇൻസ്റ്റാഗ്രാമിൽ കുറെ പേര് റീൽസിൽ മിനോക്സിഡിലിനെ പറ്റി പറയുന്നത് കേട്ടു. സോ ഇതുപോലുള്ള റീൽസ് ഒന്നും കണ്ട് മിനോക്സിഡിൽ യൂസ് ചെയ്യാതിരിക്കുക. ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ ഡയഗ്നോസിസിന് ശേഷം പ്രിസ്ക്രൈബ് ചെയ്താൽ മാത്രം മിനോക്സിഡിൽ യൂസ് ചെയ്യുക.